ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് അമൃതം പൊടി കൊണ്ടിട്ട് ഹെൽത്തിയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഈ ഗോതമ്പ് പൊടി നമുക്ക് അമൃതം പൊടിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികം ചേർക്കരുത്, കുറച്ചായിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. കുറച്ച് വെള്ളം ചേർത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കാം. നന്നായിട്ട് തന്നെ മയപ്പെടുത്തി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് നാരങ്ങ വലിപ്പത്തിൽ കുറച്ചെടുത്ത ശേഷം നമ്മുടെ കൈവെള്ളയിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. കൈവെള്ളയിലെടുത്താലും നമ്മൾ നന്നായിട്ട് തന്നെ മയപ്പെടുത്തി ഉരുട്ടിയെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാവ് ഞാനിപ്പോൾ കല്ലിന്മേൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല റൗണ്ടായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു വട്ടപാത്രം എടുത്ത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അമൃതം പൊടിയിൽ മധുരം ഉള്ളത് കൊണ്ടിട്ട് കുട്ടികൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് കഴിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഞാനിത് ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട്, നല്ല അധികം നൈസും അല്ല എന്നാൽ അധികം കട്ടിയില്ല. ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 വശവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്ത ഭാഗം കൂടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ചപ്പാത്തി കൂടെ തയ്യാറാക്കി എടുക്കാം. അമൃതം പൊടിയിൽ മധുരം ഉള്ളത് കൊണ്ടിട്ട് ഇതുണ്ടാക്കുന്ന ചപ്പാത്തിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവരിത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മുതിർന്നവർക്കും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈ ചപ്പാത്തി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.